ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനാവശ്യമായി കയറി തട്ടിക്കയറുകയാണ്. നിന്റെ 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 എത്ര തവണയാണെന്നറിയാമോ ആ വാചകം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്? നീ CPM പണിയെടുത്താൽ മതി. ആ ഉദ്യോഗസ്ഥൻ ഇതെല്ലാം വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അതിൽ പ്രധാനമന്ത്രി എന്നില്ല, അതിൽ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചിട്ടുണ്ട്, അമിത്ഷായുടെ കാറ് പരിശോധിച്ചിട്ടുണ്ട്. എന്തിനേറെ നമ്മുടെ മുൻപിലുണ്ടല്ലോ 2024 മെയ് മാസത്തിൽ ബീഹാറിൽ സമസ്തിപൂരിൽ ക്യാമ്പയിൻ എത്തുന്ന മല്ലികാർജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെക്കാൾ വലിയ ആളാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ? 2024 ഏപ്രിൽ മാസത്തിൽ ഇവിടെ നീലഗിരിയിലെ താളൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജിൽ ക്യാമ്പയിൻ എത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നുണ്ട്. 2024 നവംബർ മാസത്തിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ എത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നുണ്ട്. അത് ആ സമയത്ത് ഹെലികോപ്റ്റർ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു, ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിലേക്ക് പോയി പരിശോധന നടത്തുന്നു. രാഹുൽ ഗാന്ധി അവരോട് ഇത് തുറന്ന് പരിശോധിച്ചിട്ട് പോയാൽ മതി, ഈ ബാഗ് നിങ്ങൾ തുറക്കൂ, ഈ പറയുന്ന നാടകങ്ങളും ഷോകളും ഒന്നും അവിടെ നടത്തിയില്ല. രാഹുൽ ഗാന്ധി പുഞ്ചിരിച്ച് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി നേരെ അവിടെ തന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്ന നേതാക്കന്മാരെ പോയി കണ്ട് കൈ കൊടുത്ത് ശാന്തമായി പോവുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ നിലമ്പൂരിൽ കണ്ടത് അവിടെ സ്റ്റാറ്റിക് സർവെയിലൻസ് ടീംസ് ആണ്. ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 4 CCTV ക്യാമറ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏതെങ്കിലും വാഹനം ഈ SST ടീം പരിശോധിക്കാതെ പോയാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് അതിന്റെ കുഴപ്പമുണ്ടാവുക. ആ ഉദ്യോഗസ്ഥർ അതിന് റിപ്പോർട്ട് നൽകേണ്ടി വരും. ആർക്ക്? ഭരണാധികാരി കൂടിയായ കളക്ടർക്ക് നൽകേണ്ടി വരും, കളക്ടർ ഇലക്ഷൻ കമ്മീഷൻ നൽകേണ്ടി വരും. അപ്പോൾ ആ CCTVയിലൂടെ സമഗ്രമായിട്ടുള്ള സർവൈലൻസ് ഉറപ്പാക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധന നടത്തുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ആ വഴി കടന്നു പോകുമ്പോൾ, ആ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പൗരന്മാരും തീർച്ചയായിട്ടും ആ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. 50,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ ക്യാഷുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ രേഖകൾ കാണിക്കണം. അതല്ലെങ്കിൽ ആ പണം പിടിച്ചു വയ്ക്കാൻ കഴിയും. വിവരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നയാളാണ് ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നയാളല്ലോ. MLA ആയി പലകുറി ജയിച്ചു വന്നയാളാണ്, MP ആയി വടകരയിൽ നിന്ന് ജയിച്ചു വന്നയാളാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇത് പിണറായി വിജയന്റെ ഉദ്യോഗസ്ഥനല്ല, ഇത് നരേന്ദ്രമോദിയുടെ ഉദ്യോഗസ്ഥനല്ല എന്നത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന 2 ജനപ്രതിനിധികളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ആ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മാതൃകാ നേതാക്കൾ എന്ന നിലയിൽ. പക്ഷേ തികച്ചും അനാവശ്യമായി പക്വതയൊട്ടുമില്ലാതെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളെ ലംഘിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന വണ്ണമാണ് ആ പ്രതികരണം നമ്മൾ കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവർ 4 പേരും അടങ്ങുന്ന വാഹനം ഇന്നോവയാണെന്ന് തോന്നുന്നു. അത് വരുന്നു, ഡ്രൈവർ സീറ്റിൽ ഷാഫി പറമ്പിൽ ഇരിക്കുന്നു, വണ്ടി നിർത്തുന്നു, ഷാഫി പറമ്പിൽ പുറത്തിറങ്ങുന്നു. ആദ്യം ഷാഫി പറമ്പിലാണോ അല്ലെങ്കിൽ അവിടെ ആരാണുള്ളത് എന്നത് നോക്കി ടോർച്ച് അടിച്ച് കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ പറയുന്നത് ടോർച്ച് അടിച്ച്, രാത്രിയാണ്, 11 മണി കഴിഞ്ഞു, ആ വാഹനത്തിനുള്ളിൽ ആരാണ് എന്താണ് എന്ന് ഉദ്യോഗസ്ഥർ ടോർച്ച് അടിച്ചാണ് നോക്കുക. അതല്ലാതെ കമ്പടിച്ചല്ലോ, കുത്തിയല്ലല്ലോ നോക്കുന്നത്. അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കുന്നു. ടോർച്ച് അടിച്ച് നോക്കുന്നതിൽ തങ്ങൾക്ക് പെട്ടെന്ന് ഈഗോ ഹർട്ട് ചെയ്യുന്നു. അതൊക്കെ ഒരു ഈഗോ ഹർട്ടാണ്. ജനങ്ങൾ കൽപ്പിച്ചു നൽകുന്ന അധികാരം മാത്രമേ നിങ്ങൾക്കുള്ളൂ, എല്ലാ ജനപ്രതിനിധികൾക്കും. ഇപ്പോൾ നമ്മൾ ചാനലിൽ വന്ന് 10 വാചകം പറഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാം നമ്മളെ അറിയണമെന്നുള്ളൂ. നമ്മുടെ ആൾക്കാർ പോകുന്ന സമയത്ത് എല്ലാ രേഖകളും ചോദിക്കും. ഇതെല്ലാം ഊരി വെച്ച് നമ്മൾ രേഖകളുമായിട്ട് അവിടെ ചെല്ലും. രേഖകളില്ലെങ്കിൽ നമ്മൾ പിഴ അടച്ചു പോകും. അതാണ് രീതി, അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാ പൗരന്മാർക്കും ഒരൊറ്റ നിയമം നിലവിലിരിക്കുന്ന രാജ്യമല്ലേ. അവിടെ എന്താണ് ജനപ്രതിനിധിക്ക് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രത്യേക പ്രിവിലേജ് ഉള്ളത്? അതിനുശേഷം എല്ലാവരോടും പറഞ്ഞു ഡിക്കി തുറക്കണമെന്ന് പറയുന്നു, ഡിക്കി തുറക്കുന്നു. അതിനുശേഷം ബാഗ് തുറക്കണമെന്ന് പറയുന്നു. ആ സമയത്താണ് സ്ക്രിപ്റ്റ് ആരംഭിക്കുന്നത്. ബാഗ് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈഗോ ഹർട്ടായി. ബാഗ് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈഗോ ഹർട്ടായപ്പോൾ പിന്നീട് എന്താ ചെയ്യുന്നത്? അതൊരു നാടകമായി മാറുന്നു. അപ്പോൾ ബാഗ് എല്ലാം എടുത്ത് പുറത്തു വയ്ക്കുന്നു ഷാഫി പറമ്പിൽ. അപ്പോൾ ആദ്യം വന്ന നരേഷൻ എന്ന് പറയുന്നത് ബാഗ് എടുത്ത് പുറത്തു വയ്ക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നാണ്. പക്ഷേ ഇപ്പോൾ ആ രേഖയിൽ നിന്ന് ഷാഫി പറമ്പിൽ തന്നെ പറയുന്നത് ബാഗ് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ചില്ലേ എന്നാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ ബാഗ് എടുത്ത് പുറത്തു വയ്ക്കുന്നു. പുറത്തെടുത്ത് വെക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് വേണ്ട, മതി, നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെയാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിന് ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പോഴേക്ക് പിന്നെ നാടകമായി. മര്യാദയ്ക്ക് പരിശോധിക്കൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പൊ കാര്യങ്ങൾ പരിശോധിക്കണം, പരിശോധിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുകയാണ് ഷാഫി. എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് പോകണം. അങ്ങനെ ഒരു അവസ്ഥയില്ല. ഇത് സ്റ്റാറ്റിക് സ്ക്വാഡിന്റെ പ്രവർത്തനം ഇവർക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെ രേഖാമൂലം എഴുതി കൊടുക്കുന്ന ഒരു രീതിയില്ല. അത് ഏതെങ്കിലും നമ്മുടെ മുറിയിലോ മറ്റേതെങ്കിലും തരത്തിൽ പരിശോധന നടത്തുന്ന സമയത്താണ്. പൊതുനിരത്തിൽ പരിശോധന നടത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് വരുന്ന വണ്ടിക്കാർക്ക് മുഴുവൻ റെസീറ്റ് എഴുതി സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്ന ഒരു കാര്യമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നയാളല്ലേ ഷാഫി പറമ്പിൽ. അതും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ ടാഗ് ഐഡന്റിറ്റി കാർഡുമായി മുന്നിൽ നിന്ന് പരിശോധന നടത്തുമ്പോൾ അവിടെ
മനഃപൂർവ്വം ഒരു ഷോ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനാവശ്യമായി കയറി തട്ടിക്കയറുകയാണ്. നിന്റെ 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 എത്ര തവണയാണെന്നറിയാമോ ആ വാചകം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്? CPM-ന്റെ പണിയെടുത്താൽ മതി. ആ ഉദ്യോഗസ്ഥന് ഇതെല്ലാം വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അതിനു ശേഷം പറയുന്ന വാചകമാണ് നിന്റെ സർവീസ് പാരിതോഷികം. സർവീസ് പാരിതോഷികം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം, നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കളയൂടാ എന്ന് പറയുന്ന പഴയ കാലത്തെ സിനിമയിലെ ഗുണ്ടാ നേതാക്കന്മാരുടെ ലാംഗ്വേജ് ഉണ്ടല്ലോ. നിന്നെ കാണിച്ചു തരാം, നിന്നെ സസ്പെൻഡ് ചെയ്ത് കളയും, നിന്നെ കാസർകോട്ടേക്ക് അടിച്ചു കളയും കേട്ടോ എന്ന് പഴയ കാലത്തെ ബാലങ്കൻ നായരുടെ സിനിമയിൽ പറയുന്ന ഡയലോഗാണ് ഇവിടെ മറ്റൊരു സർവീസ് പാരിതോഷികം എന്ന് പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. സർവീസ് പാരിതോഷികം തരാം. ഇന്നിട്ട് പകൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് ജനങ്ങൾ തരുമെന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥന് സർവീസ് പാരിതോഷികം നിശ്ചയിക്കാൻ നമ്മുടെ നാട്ടിൽ വകുപ്പുണ്ടോ? ജനങ്ങൾക്ക് എന്താ തീരുമാനിക്കാൻ കഴിയുക? അത് പാർട്ടിക്കല്ലേ നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കല്ലേ നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്? സ്ഥാനാർത്ഥിയല്ലേ ജയിച്ചു വരുന്നത്? പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA-യുടെ മനസ്ഥിതി ഇതാണെങ്കിൽ ഭരണപക്ഷത്തെത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുകയും എന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ജനപ്രതിനിധിക്ക് ഒരിക്കലും ഭൂഷണമല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് ആ വാക്കിൽ നിന്ന് വന്നത്. അത് നമ്മൾ കേരളം തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ ടേക്ക് ഈ വിഷയം. ഉണ്ടാക്കാൻ വരേണ്ട എന്നൊക്കെ പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ്. ജയിപ്പിച്ചു വിട്ട പാലക്കാട്ടുകാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകുമല്ലോ. ഉണ്ടാക്കാൻ വരേണ്ട എന്ന് പറയുന്നത് പാലക്കാട്ടുകാർ ഷാഫിക്ക് കൊടുത്തതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് കിട്ട MLA ആണ് പറയുന്നത്. അതും ആ സൗണ്ട് ബൈറ്റുകളൊക്കെ കേരളം മുഴുവൻ ഇപ്പോൾ എന്തായാലും കേട്ടുകഴിഞ്ഞു. അവനവന്റെ മാന്യത അവനവൻ പറയുന്ന വാചകങ്ങളിലൂടെയാണ് ആളുകളുടെ മുന്നിൽ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങളാണ് പറയുന്നതെങ്കിൽ ഇത്രയും ഉത്തരവാദിത്തത്തോടെയാണോ ഇപ്പോൾ MLA ആയിട്ടുള്ള, ഇനി നാളെ മന്ത്രിയാവുകയാണെങ്കിൽ എന്തായിരിക്കും ആളുകളോടുള്ള, ഉദ്യോഗസ്ഥരോടുള്ള സമീപനം? കാരണം ഉദ്യോഗസ്ഥരെല്ലാം തങ്ങളുടെ അടിയാന്മാരാണ് എന്ന രീതിയിലൊക്കെ, അത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, അവർക്കും ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകില്ല. മനസ്സിലായില്ല എന്ന അഭ്യാസം വേണ്ട. അതായത് ഞങ്ങളെയൊന്നും തിരിച്ചറിയാത്ത ഒരാളും ഈ കേരളത്തിൽ വേണ്ട, എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങളെ അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള ഒരു താൻ പോരുമയും ധിക്കാരവുമാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാചകത്തിലൂടെ തന്നെ നമ്മൾ കേട്ടതാണ്. PV അൻവറിനെ രാഖി രാമാനം, അതായത് OLX-ൽ സ്ഥാനാർത്ഥിയുണ്ടോ എന്ന് ചോദിക്കുന്നു, M സ്വരാജിനെ ഇറക്കുന്നു. ആദ്യത്തെ വിവാദമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേത് PV അൻവറിന്റെ വീട്ടിൽ പാതിരാത്രി കയറി ചെല്ലുന്നു. ജൂനിയർ MLA എന്ന വിശേഷണം സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ നാണം കെട്ടി നിൽക്കുന്ന ഒരാൾ അടുത്ത ഷോയുമായി ഇറങ്ങിയതാണ്. അതെന്തായാലും നനഞ്ഞ പടക്കമായി മാറി. കാരണം റെഡ് അലർട്ടിലേക്ക് വന്നല്ലോ മലപ്പുറം. അപ്പോൾ നല്ല മഴയത്ത് ആ പടക്കം എന്തായാലും ചീറ്റിപ്പോയിട്ടുണ്ട്, നനഞ്ഞു പോയിട്ടുണ്ട്, അത് പൊട്ടിയിട്ടില്ല. അവരുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ചോദിക്കുമ്പോൾ ഇപ്പോൾ അവരോട് തിരിച്ച് പേര് പറയുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? എന്ത് അഭിമാനക്ഷതമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ആ ഒരു താൻ പോരുമ, ഞാൻ എന്തോ വലിയവനാണ്, ഞാൻ എല്ലാവർക്കും മുകളിലാണ്, ഞാൻ ആ ഭാവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുന്നത്. എത്രയോ മാന്യമായി പെരുമാറാമായിരുന്നു. ഞാൻ ഒരിക്കലും ഷാഫിയിൽ നിന്നും രാഹുലിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം അവരൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ, എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇതാണ്. മറന്നുപോയോ?